മൈ ബറ്റാലിയൻ 69ൻ്റെ മറ്റൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എത്തിയിരിക്കുന്നത് മൂകാംബികയിലാണ്. അതെ, മൂകാംബിക ദേവിയെ കാണാൻ വേണ്ടി മൂകാംബികയിലേക്കൊരു യാത്ര. മൂകാംബിക അമ്പലത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. പുറത്തുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്നും നമ്മൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കൊടിമരവും ഭക്തജനങ്ങൾ നിറഞ്ഞിരിക്കുന്ന അകത്തളവും നമുക്ക് കാണാൻ കഴിയും. ദേവിയുടെ അനുഗ്രഹം വാങ്ങി തിരിച്ചു വരുന്ന ഭക്തരെ നമുക്കിവിടെ കാണാൻ കഴിയും. പ്രവേശന കവാടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിമനോഹരമായ കൊത്തുപണികളോട് കൂടിയ അതിവലിയ തൂണുകളിലാണ് ഈ ഉത്തരത്തെ താങ്ങി നിർത്തിയിരിക്കുന്ന തൂണുകൾ. പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വഴിപാടിനുള്ള പൂക്കളാണ്. ഒരുപാട് പൂക്കൾ ഇവിടെ വഴിപാടിനായി ഒരുക്കി വെച്ചിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെ കടകളുണ്ട്, നല്ല സുവനീറുകൾ വിൽക്കുന്ന കടകൾ. ഏത് നമ്മൾ അമ്പലത്തിൻ്റെയും അല്ലെങ്കിൽ ടൂറിസ്റ്റ് പ്ലേസിൻ്റെയും അവിടെ പോയാൽ കാണുന്ന അതേപോലുള്ള കടകളാണ്. അതിമനോഹരമായ ഫോട്ടോസും അതുമാതിരി കൊത്തുപണികളോട് കൂടിയ വിഗ്രഹങ്ങളും ഒരുപാട് ഇവിടെ നമുക്ക് ലഭിക്കും. വളരെ ഭംഗിയുള്ള നല്ല നല്ല സാധനങ്ങൾ നമുക്ക് ഇവിടെ തിരഞ്ഞെടുക്കാൻ കഴിയും. ഇവിടെ നമുക്ക് ഈ പുറത്ത് കാണുന്നത് ചെറിയൊരു അമ്പലമാണ്. ഭക്തജനങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും അനുഗ്രഹം വാങ്ങുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു ഷെഡ് നിങ്ങൾക്ക് കാണാം, മതിലിനോട് ചേർന്ന് നിൽക്കുന്നത്. അമ്പലത്തിൻ്റെ ചുറ്റുമതിലാണ് അത്. ഇവിടെ വരുന്ന ജനങ്ങൾക്ക് വരി നിൽക്കാനുള്ള ഷെഡാണത്. വെയിലും മഴയും കൊള്ളാതെ അവിടെ വരി നിൽക്കാം. ഇന്നത്തെ ദിവസം തിരക്ക് വളരെ കുറവാണ്. അല്ലെങ്കിൽ ഈ ഷെഡിലെല്ലാം ഒരുപാട് പേര് ക്യൂ നിൽക്കുന്ന നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്നത് അമ്പലത്തിൻ്റെ പിൻഭാഗത്തുള്ള പ്രവേശന കവാടമുണ്ട്. നമുക്ക് അവിടേക്ക് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് അകത്തേക്ക് കടക്കാം. ഈ മുൻഭാഗത്തെ വാതിൽ കൂടി കടക്കുമ്പോൾ വളരെയധികം സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ട്. ക്യാമറയൊന്നും കടത്തില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതുമാതിരി തന്നെ നമ്മൾ ട്രൗസർ ബർമുഡ ഇതൊന്നും ഇടാൻ സമ്മതിക്കില്ല. ഞാനിട്ടിരിക്കുന്നത് ബർമുഡയാണ്. അതുകൊണ്ട് പിൻഭാഗത്ത് കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കയറാൻ പറ്റുമോയെന്ന്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോവാം. അമ്പലത്തിൻ്റെ പിന്നിലൂടെയുള്ള പ്രവേശനം ഇതിലാണ്. നമുക്കൊന്ന് അകത്തോട്ട് കയറി നോക്കാം. രാവിലെ 5:30 തുറക്കും. അതിനുശേഷം 1:30 അടയ്ക്കും. പിന്നെ 3 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് രാത്രി 9 മണി വരെ അമ്പലം തുറന്നിരിക്കുന്നതാണ്. പലരും ഇവിടെ അമ്പലത്തിനെ പശ്ചാത്തലമാക്കിയിട്ട് ഫോട്ടോകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ഒരു വലിയ പ്രവേശന കവാടമുണ്ട്. അതുമാതിരി തന്നെ മുന്നിലെല്ലാം വലിയ തൂണുകൾ, കൊത്തുപണി നടത്തിയ അതിമനോഹരമായ തൂണുകളുണ്ട്. അകത്തു നിന്നും വാദ്യമേളങ്ങളുടെ ശബ്ദം നമുക്ക് കേൾക്കാം. ഇവിടെ സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും കാണാനില്ല. എന്തായാലും ക്യാമറയായിട്ട് അകത്തോട്ട് കടക്കുകയാണ്.
ഇവിടെ ഒരു പ്രദക്ഷിണ ഘോഷയാത്ര കാണാം. വലിയൊരു രഥത്തോട് കൂടിയിട്ടുള്ള ഘോഷയാത്ര. ഈ ശ്രീകോവിലിന് ചുറ്റുമാണ് ഈ പ്രദക്ഷിണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഭക്തജനങ്ങൾ ഭക്തിയോടുകൂടി കൈകൂപ്പി ഈ കാഴ്ചയും കണ്ടു നിൽക്കുന്നത് നമുക്കിവിടെ കാണാം. ഇവിടെ ഭക്തജനങ്ങൾ നെയ്വിളക്ക് വഴിപാട് നടത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. വിളക്കുമായി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന നമുക്ക് കാണാം. അതിനുശേഷം എല്ലാവരും ഈ വിളക്കുകൾ ഇവിടെയാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. ഈ ശ്രീകോവിലിന് ചുറ്റും ഇതുമാതിരി നിരവധി ചെറിയ ചെറിയ പ്രതിഷ്ഠകളുള്ള ചെറിയ അമ്പലങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിന് ചുറ്റും നമുക്ക് നടക്കുമ്പോൾ പല പല ഭാഗത്തായിട്ട് ഇങ്ങനത്തെ ഈ പ്രതിഷ്ഠകൾ നമുക്കിവിടെ കാണാം. അതിനോട് തൊട്ടടുത്തായിട്ട് തന്നെ വേറൊരു പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. വളരെ വലിയൊരു തേരാണിത്. മുഴുവനുമായി മരം കൊണ്ട് നിർമ്മിച്ച തേരാണ്. അതിൽ ഒരുപാട് കൊത്തുപണികൾ നടത്തിയിട്ടുണ്ട്. സ്വർണ്ണവർണ്ണമായ കൊടിമരമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സ്വർണ്ണ നിറമാർന്ന കൊടിമരം, അതിനോട് ചേർന്ന് നിൽക്കുന്ന വിളക്കും, വളരെയധികം ഹൈറ്റിലാണ് ആ വിളക്ക് നിൽക്കുന്നത്. വളരെയധികം പേടിച്ചിട്ടാണ് കൂടെ ക്യാമറയും പിടിച്ച് നടക്കുന്നത്. പിന്നെ പലരും ഫോട്ടോ എടുക്കുന്നതും എല്ലാം കാണുമ്പോൾ ഒരു സമാധാനം. ഇവിടെ നമുക്ക് വിദ്യാരംഭം കുറിക്കുന്ന ഒരുപാട് കുട്ടികളെ നമുക്കിവിടെ കാണാം. മാതാപിതാക്കളുടെ മടിയിൽ ഇരുന്നുകൊണ്ടാണ് അവരിവിടെ വിദ്യാരംഭത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ്. അവ രണ്ടുപേരുണ്ട് പറവാ.
ഇവിടെ വന്ന എല്ലാവർക്കും ഓരോ തളികയും അതിൽ അരിയും അതുമാതിരി ഒരു മഞ്ഞൾ കഷ്ണമാണ് അതിലുള്ളത്. വിദ്യ ആദ്യാക്ഷരം എഴുതുവാൻ വേണ്ടി കുട്ടികൾക്ക് നൽകുന്നത് ഇങ്ങനെയാണ്. ഇവിടെ പലയിടങ്ങളിലായിട്ട് ഇതുപോലെയുള്ള ഹോമകുണ്ടങ്ങളുണ്ട്. ഓരോ ആവശ്യത്തിനായിട്ടുള്ള പൂജകൾ നടത്തുന്നതിനാണ് ഇത്. ഇത് ചണ്ഡിക ഹോമമാണ്. കഷ്ടപ്പാട്, ദുരിതങ്ങൾ, അങ്ങനെയുള്ള വ്യാധികൾ അങ്ങനെയെല്ലാം മാറുവാൻ വേണ്ടിയുള്ള ഹോമമാണ്. ഇത് ഒരുപാട് മുന്നേ ബുക്ക് ചെയ്തിട്ടുള്ള, അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലരുടെയും. ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കടക്കുവാൻ വേണ്ടി അക്ഷമയോടെ ഭക്തിയോടുകൂടി കാത്തു നിൽക്കുന്ന നീണ്ട ഭക്തജന നിരയാണ് ഇവിടെ. വഴിപാടിന് ശേഷം തിരിച്ചു കൊണ്ടുവന്ന് വെച്ച ഒരുപാട് നെയ്വിളക്കുകൾ നമ്മൾക്കിവിടെ കാണാൻ കഴിയും. വഴിപാടുകൾ ചീട്ടാക്കുവാൻ വേണ്ടി ഒരുപാട് കൗണ്ടർ തന്നെ അവരിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് സുഖമായിട്ട് വഴിപാടുകൾക്കുള്ള ചീട്ട് അവിടെ നിന്ന് എടുക്കാം. ഇവിടെ ഒരുപാട് പട്ടുസാരികൾ വെച്ചിട്ടുണ്ട്, വിൽക്കാനുള്ളതാണ്. അത്യാവശ്യം നല്ല വിലയുണ്ട്. 15,000 രൂപയൊക്കെയാണ് ഓരോ സാരിയുടെയും വില അതിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരുപാട് പേര് ചേർന്ന് ഇരുന്നുകൊണ്ട് മന്ത്രോച്ചാരണങ്ങൾ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥന നടത്തുന്നത് നമുക്കിവിടെ കാണാം. ഇവിടെ ഇതിൻ്റെ അകത്തുള്ളതൊരു സ്വർണത്തിൻ്റെ രഥമാണുള്ളത്. അവിടെ എഴുതിയിരിക്കണം അങ്ങനെയാണ്. സ്വർണത്തിൻ്റെ വലിയൊരു രഥമാണ്.
ദീപാരാധന നടക്കുന്ന സമയമാണ്. ഈ വലിയ വിളക്ക് മുഴുവൻ ദീപത്താൽ നിറച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീകോവിലിൻ്റെ ചുറ്റുഭാഗവും ദീപങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടെ സന്ധ്യ ചെയ്ത് അറിഞ്ഞില്ല. എന്തായാലും പുറത്തിറങ്ങി വെറുതെ ഒന്നിങ്ങനെ പുറം കാഴ്ചകൾ കണ്ട് നടക്കുകയാണ്. മൈ ബറ്റാലിയൻ 69 ഫാമിലിയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിച്ചുള്ളൂ. എത്ര കേട്ടാലും മതി വരാത്തൊരു സൗണ്ടാണ് ഇത്. വളരെയധികം രസമാണ് ഇത് കേൾക്കാൻ തന്നെ. കാറ്റിന്റെ ശക്തിയിൽ സ്വയമായി നിർമ്മിക്കുന്ന ആ ശബ്ദങ്ങൾ അതിമനോഹരമാണ്. വിടണം പിടിച്ചു കണ്ട വിട്ടാൽ ഇവിടെയുള്ള മിക്ക കടകളും മലയാളികളാണ് നടത്തുന്നത്. നമ്മൾ മലയാളികളെ എവിടെ പോയാലും ഉണ്ടാവുമല്ലോ, അതൊരു സമാധാനമാണ്.